ഇനി നമുക്ക് നേരെ എറണാകുളത്തേക്ക് പോകാം. അവിടെ ഇതാ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ കോൺഗ്രസിലും UDF-ലും ഉണ്ടായ ഭിന്നതകൾ പരിഹരിക്കുവാൻ വളരെ വലിയ ശ്രമങ്ങൾ നടത്തുകയാണ് നേതൃത്വം. അനുനയവും സമ്മർദ്ദ തന്ത്രങ്ങളും എല്ലാം പാളിയിരിക്കുന്ന ഒരു കാഴ്ച. അതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ മാത്രം ഏതാണ്ട് 12 UDF വിമതർ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കിടയിലെ അഭിപ്രായ ഭിന്നത എത്രത്തോളം രൂക്ഷമാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കൊച്ചി കോർപ്പറേഷനിൽ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് മൊത്തത്തിലുള്ള കോർപ്പറേഷനിലെ 5 ഡിവിഷനുകളിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ല എന്നുള്ളത് വോട്ട് കച്ചവടത്തിന്റെ രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നാണ് നമുക്ക് ഏവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും അർച്ചന ചേരുകയാണ് എറണാകുളത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. അർച്ചന, ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു മഴയൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യമാണെന്ന്. അർച്ചനയുടെ ആ ഒരു ഫ്രെയിം കാണുമ്പോഴും മനസ്സിലാവുകയാണ് അവിടെയും ഏതാണ്ട് ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണെന്ന് പറയാം. അപ്പം അർച്ചന, ഇന്നത്തെ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം എന്താണ് എറണാകുളത്ത് നിന്ന് നമുക്ക് പങ്കുവെക്കുവാൻ സാധിക്കുന്നത്? പ്രധാനമായും ഇത് തന്നെയാണ് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിമത ശല്യം. അതുതന്നെയാണ് എറണാകുളത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി വിമതരുടെ ഇത്തരത്തിലുള്ള പരാതികളും ഇതൊന്നും പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവരും തന്നെ മത്സരരംഗത്ത് ഇപ്പോൾ സജീവമായി ഇറങ്ങിയിട്ടുണ്ട്. നേതാക്കൾ ആദ്യം തിരുത്തട്ടെ, എന്നിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് മാറണോ എന്ന് ചിന്തിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സംസാരിക്കുന്നത്. എന്തായാലും ഏറ്റവും കൂടുതലായിട്ടും ഒരുപാട് അനുനയ നീക്കങ്ങളും സമ്മർദ്ദങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പാളി എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ഈ വിമതരെല്ലാം തന്നെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എറണാകുളത്തെ മറ്റൊരു പ്രത്യേകത, ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയാണ്. എന്നിട്ട് പോലും ഈ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ പലരും ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചതാണ്, എതിർപ്പ് പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും പരിഹരിക്കാതെ, അനുനയ നീക്കത്തിനൊന്നും ശ്രമിക്കാതെ അത് മുന്നോട്ട് പോയി. ഇപ്പോൾ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക്, വലിയ രീതിയിലുള്ള വിമതരുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അത് മാറി എന്താണ് ഏറ്റവും പ്രധാനം. നമുക്ക് മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ആകെ ജില്ലയിൽ 153 വിമതരാണ് UDF-ൽ നിന്ന് മത്സരിക്കുന്നത്. അതിൽ കൊച്ചി കോർപ്പറേഷനിൽ മാത്രമായി 76 ഡിവിഷനുകളിൽ ഏകദേശം 13, ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 13 വിമത സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഇതുകൂടാതെ മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും എല്ലാം കൂടെ കൂട്ടുമ്പോൾ അതിൽ ഇരട്ടിയാണ് ഈ കണക്ക് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അനുനയ നീക്കങ്ങളോ അല്ലെങ്കിൽ ഇവരിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ തിരുത്തലുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ തൃക്കാക്കര നിയോജക മണ്ഡലം ചെയർമാനായ പാലാരിവട്ടം ഡിവിഷനിൽ മത്സരിക്കുന്ന ജോസഫ് അലക്സിൻ്റെതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിത്വം. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം കൗൺസിലറായി നിന്നിട്ടുണ്ട്. മാത്രമല്ല സിറ്റ് ഉറപ്പ് നൽകിയതാണ് ഈ പാലാരിവട്ടം ഡിവിഷനിൽ. എന്നാൽ തൻ്റെ ഇത്തരത്തിൽ ഉറപ്പ് ലംഘിച്ച മറ്റൊരാൾക്ക് സീറ്റ് നൽകിയെന്ന് ആരോപിച്ചാണ് അദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായി ഈ ഡിവിഷനിൽ മത്സരിക്കുന്നത്, പാലാരിവട്ടം ഡിവിഷനിൽ മത്സരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനോടും ഒപ്പം ഹൈബിയോടും MPയോടും എല്ലാം തന്നെ സംസാരിച്ചതാണ്. പക്ഷേ കൃത്യമായ ഒരു മറുപടിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ വരുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. അത്തരത്തിൽ വ്യാപകമായി ഈ വിമത സ്ഥാനാർത്ഥികൾ പരാതി ഉന്നയിക്കുകയാണ്. നേതാക്കളൊന്നും തങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പ്രതിപക്ഷ നേതാവിന് കൂടാതെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നത്. ഷിയാസ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തു. മാത്രമല്ല ആരുടെയും താല്പര്യങ്ങൾ പരിഗണിച്ചില്ല, സ്വന്തം താല്പര്യം പരിഗണിച്ച് UDF-ൽ സീറ്റ് നൽകിയെന്നാണ് ഇപ്പോൾ വിമതരായി മത്സരിക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത്. ഇതുകൂടാതെ തന്നെ BJP-യിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ 5 ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥികളില്ലാത്തത്. ഇത് ഏത് രീതിയിലായിരിക്കും ഇവരിത് മുന്നിൽ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. പല സ്ഥലങ്ങളിലായിട്ടത്തിൽ BJP കോൺഗ്രസിനെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ളൊരു നീക്കമാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മട്ടാഞ്ചേരി, ചളിക്കവട്ടം തുടങ്ങിയ കോർപ്പറേഷൻ ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥികളില്ലാത്തത്. അതേസമയം ജില്ലയുടെ മൊത്തം മുനിസിപ്പാലിറ്റിയുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ UDF-ൽ നിന്ന് കളമശ്ശേരിയിൽ 9 വിമതർ, ഒപ്പം ആലുവയിൽ 8, മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ 4, ഏലൂരിൽ 5 തുടങ്ങിയതാണ് കണക്കുകൾ. ഇതിൽ 14 ബ്ലോക്ക് പഞ്ചായത്തിലെ 9 ഡിവിഷനുകളിലാണ് UDF-ന് വിമതരുള്ളത്. ഒപ്പം 13 മുനിസിപ്പാലിറ്റികളിലെ 39 ഡിവിഷനുകളിലും UDF-ന് 2 ഒപ്പം NDAയ്ക്കും വിമതരുണ്ട്.
ഇങ്ങനെ വലിയ രീതിയിലുള്ളൊരു വിമതരുടെ ഈ സ്ഥാനാർത്ഥിത്വമാണ് നമ്മൾ എറണാകുളത്ത് കാണുന്നത്. വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. ഇതുവരെ അവരെ അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ LDFന്റെ കൊച്ചി കോർപ്പറേഷൻ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടക്കം തുറന്ന് സജീവമായി തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ്, ഈ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാനത്താകെ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ വെച്ച് പ്രചരണം ഊർജിതമാകുമ്പോൾ കൊച്ചി കോർപ്പറേഷൻ്റെ ഒരുപാട് വികസന പദ്ധതികളാണ് എറണാകുളത്ത് ചർച്ചയാകുന്നത്. കാരണം ഇക്കാലയളവിൽ കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയത് ഒരുപാട് പദ്ധതികളാണ്. ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള നിലവാരമുള്ള പദ്ധതികളാണ് കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയത്. അതിൽ ബ്രഹ്മപുരം, സമൃദ്ധി, ഷീലോഡ്ജ് തുടങ്ങി ഇരട്ട സമുച്ചയങ്ങൾ മട്ടാഞ്ചേരിയിലെ തുടങ്ങിയതെല്ലാം തന്നെ ഇത്തവണ വലിയ രീതിയിലുള്ള ചർച്ചയാകുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഒപ്പം ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ കൊച്ചി കോർപ്പറേഷനിലെ വികസനം കൂടെ മുന്നോട്ട് വെക്കുന്നു എന്നതാണ് LDFനെ സംബന്ധിച്ച് എറണാകുളത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയിരിക്കുകയാണ്. ചൂട് പിടിച്ച പ്രചരണമാണ്. എന്തായാലും അതിനിടെയാണ് UDFനെയും ഒപ്പം BJPയെയും ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കി വിമതർ വലിയ രീതിയിൽ മത്സര രംഗത്ത് ഉണ്ടാകുന്നത്. സിന്ദൂരി.